ഇപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടൂരുള്ള ഒലീവിയ ഡിസൈൻസ് ആണ്. അപ്പം എനിക്കും അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. ഏകദേശം ഒരു കഴിഞ്ഞ 2023 ഓഗസ്റ്റിലാണ് അങ്ങനെ ഒരു സംഭവം എനിക്ക് നടന്നത്. എനിക്കെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒഴിവാക്കി വിട്ട കേസാണ്. പക്ഷേ ഇപ്പം പലരും നമ്മുടെ ഇറ്റ്സ് മീ കൺമണി ഒഫീഷ്യലാണെന്ന് തോന്നുന്നു, കുട്ടിയുടെ പേര് എനിക്ക് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ആ കുട്ടി ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും അതിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒലീവിയ ഡിസൈൻസ് അടൂര്, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, എന്ത് അഭിപ്രായമാണെങ്കിലും അതിൻ്റെ അതിൽ പറയണമെന്ന്. അപ്പം ഞാൻ അതിൻ്റെ അകത്ത് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കമൻറ്റ് ഇടാൻ ഞാൻ ചെന്നപ്പോഴാണ്, കമൻറ്റ് ബോക്സിൽ നോക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് കുറേ കുട്ടികൾ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ അവർക്കുണ്ടായ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാനത് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു വീഡിയോ ചെയ്യണം. കാരണം വേറൊരു ഒരാൾക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു. ഇന്ന് രാവിലെയാണ് ഞാൻ കണ്ടത് ഹെലനോസ് പാട്ടയും ഇതുപോലെ അത് റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസും ഞാനും ഷെയർ ചെയ്യാം. അതുകൊണ്ട് എന്തെങ്കിലും എന്ന് വെച്ചാൽ ബാക്കിയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആക്ച്വലി ഞാൻ കാര്യം പറയാം, അവിടെ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. അവിടെ വേക്കൻസീസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ വേക്കൻസീസിൽ അവർ പറയുന്നത് 22K എന്ന് വെച്ചാൽ 22,000 മുതലാണ് അവരുടെ സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടാണ് തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല, കുറേ നാളെ ആഡ് കണ്ടിട്ട്. കാരണം അവരെന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ എന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ആഡൊന്നും വരുന്നില്ല. നേരത്തെ വന്ന സമയത്താണ് ഞാൻ ഇത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ എല്ലാ എന്താ പറയുക, അവർ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ്, പിന്നെ 3 മണിക്കൂറേ ജോലിയുള്ളൂ, ബാലൻസ് ടൈം ഫുള്ള് ഫ്രീ ആയിട്ടിരിക്കുവാണ്, ഭയങ്കര എൻജോയ്മെൻറ്റും ഡാൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നാണ് അവർ ആ ആഡിൻ്റെ അകത്തിൽ അല്ലെങ്കിൽ ആ ഒരു റീലിൻ്റെ അകത്തിൽ അവർ പറയുന്നത്. അത് കണ്ടിട്ട് എന്താ പറയുക, എൻ്റെ അനിയത്തി അവിടെ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് ചെന്നു. പോയിട്ട് വന്നപ്പോഴേ മമ്മി എന്നോട് പറയുന്നുണ്ട്, എടി അവിടെ 1-2 പിള്ളേരല്ല വരുന്നത്, അവിടെ കുറഞ്ഞതൊരു 300-400 പിള്ളേർ ഒരു ദിവസം ഇൻ്റർവ്യൂവിന് വരുന്നുണ്ട്. അതും ഇൻ്റർവ്യൂ നടക്കുന്നത് ഇവരുടെ വീട്ടിൽ വെച്ചിട്ടാണെന്ന്. അപ്പം ഇത്രയും പിള്ളേർ സെക്ഷനായിട്ടാണ് പിള്ളേരുകൾ വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് അവിടെ ജോലിക്ക് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ്. പോയി അവിടെ ചെന്നു, ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, അവളെ എടുത്തു, അനിയത്തിനെ എടുത്തു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തിൽ അവർ പറയുന്ന നമ്മുടെ ആഡിൻ്റെ അകത്ത് തന്നെ അവരുടെ ഒരു റീലിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് എന്താ പറയുക, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന്. അവിടെ ചെന്നപ്പം പറഞ്ഞു ഫുഡ് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം, അത് നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങണം, പിന്നെ ഗ്യാസ് അവർ തരും, അതിൻ്റെ ക്യാഷ് നമ്മൾ കൊടുക്കണം, പിന്നെ ഹോസ്റ്റൽ ഫീസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കും ചെയ്ത് അവർ ആ ആഡിൻ്റെ അകത്തിൽ പറയുന്ന അങ്ങനൊന്നും അല്ലല്ലോ എന്ന്. ഓക്കെ അവൾക്ക് ഈ ഫുഡ് രാവിലെ ജോലിക്ക് പോയിട്ട് വന്ന് ഓൾറെഡി അവൾക്ക് ഏജ് 21 ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചെറുതല്ലേ. അപ്പോൾ അവൾക്ക് ഈ രാവിലെ എണീറ്റ് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പിന്നെയും തിരിച്ച് വൈകിട്ട് വന്ന് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഇത് താല്പര്യമില്ലാത്തതുകൊണ്ട് അവൾ ഓക്കെ നമുക്ക് അടുത്താണ്, ഒരു 20 കിലോമീറ്റർ ഉള്ളപ്പോൾ അവൾ ഡെയിലി വന്നു പോകാം എന്നൊരു സാധനം ആയി അവൾ വന്നു പോകാൻ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ എടുത്തിരിക്കുന്നത് അവിടെ ഓൺലൈൻ വർക്കിന് വേണ്ടിയിട്ട്, എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും നോക്കുക എന്നതായിരുന്നു അവളുടെ ജോലി. അങ്ങനെ അവളെ അവിടെ എടുത്ത് അവൾ പോയി വരവൊക്കെ കഴിഞ്ഞു. അപ്പം ഒരു ദിവസം ഇതുപോലെ അവൾ വൈകിട്ട് വന്നപ്പം പറഞ്ഞതുപോലെ അവളെ ഈ നമ്മുടെ ഒലീവിയ ഡിസൈൻസിൻ്റെ പുള്ളിക്കാരിയില്ലേ, അതിൻ്റെ മെയിൻ ഓണർ എന്ന് പറയുന്ന പുള്ളിക്കാരിയില്ലേ, പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അവരുടെ ഓൺലൈൻ ഷോപ്പിൽ മറ്റേ ഈ ഓർഡേഴ്സ് എടുക്കുന്ന ഷോപ്പിൽ വന്നപ്പം അവൾ മൈൻഡ് ചെയ്തില്ലെന്ന്. അവളെന്തോ വർക്കിലോ കാര്യങ്ങളോ എന്തോ ആയിരുന്നു. അപ്പോൾ അവൾ ശ്രദ്ധിച്ചില്ലെന്ന് പോലും അവളെ വിളിച്ചിട്ട് വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വരുമ്പോൾ എണീറ്റ് ഗുഡ് മോർണിംഗ് പറയണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. ആക്ച്വലി അവളത് ശ്രദ്ധിക്കാഞ്ഞതായിരുന്നു. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇവളെ എന്ത് ചെയ്തു, ഇവരുടെ അടൂര് ജംഗ്ഷനിൽ തന്നെയുള്ള ഇവരുടെ ഷോപ്പിലേക്ക് ഇവളെ മാറ്റി. ഇവിടെ മറ്റേ ഓൺലൈൻ അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് 11 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ കണ്ടാണ് അവരുടെ ടൈം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഷോപ്പിൽ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 8 മണി വരെ കണ്ടാണ് അവരുടെ ടൈം. അവിടെ ഇരിക്കാൻ പറ്റില്ല, പിന്നെ അവിടെ ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല, അവർക്ക് റെസ്റ്റിംഗ് ടൈമില്ല, ഫുഡ് കഴിക്കാൻ പോകുന്ന മാത്രം ടൈമേ ഉള്ളൂ, അങ്ങനെയുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പം ഓൾറെഡി ഇവളോട് പറഞ്ഞത് ഇവൾ ഓൺലൈൻ ജോബിന് വേണ്ടി, എന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇവളെ എടുത്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പുള്ളിക്കാരനെ മൈൻഡ് ചെയ്തില്ലെന്നുള്ള പേരിൽ മാത്രം ഇവളെ ആ കടയിൽ മെയിൻ ഷോപ്പിലേക്ക് ഇവളെ മാറ്റി. അപ്പം അവൾക്ക് ഞാൻ ആദ്യം പറഞ്ഞു 10-21 വയസ്സുള്ള, കാരണം നമ്മുടെ വീട്ടിൽ അങ്ങനെ അവൾ വലിയ ഇതായിട്ട് നിൽക്കുന്ന ഒന്നുമല്ല, അവൾ ചെറുതല്ലേ. അപ്പം അവൾക്കിങ്ങനെ ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഇരുന്ന് ഭയങ്കര ബുദ്ധിമുട്ടായി, അവൾക്ക് ഭയങ്കര ശരീരത്തും വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവൾ പറഞ്ഞു അവൾ പോകുന്നില്ല, നമ്മുടെ ജോലി നിർത്തി.
അപ്പം ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി നമ്മളൊരു സ്ഥാപനത്തിൽ ചെന്ന് ഇപ്പം നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ ജോലി ചെയ്യുക എന്നതാണ് മെയിൻ കാര്യം. അപ്പം അതിൻ്റെ ഓണർ വരുമ്പം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓക്കെ അവർ റെസ്പെക്റ്റ് കൊടുത്ത് നമ്മൾ എണ്ണീറ്റ് നിൽക്കുക, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്തൊക്കെ പറയും. പക്ഷേ നമ്മളത് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുക എന്ന് പറയുന്നതൊക്കെ എവിടുത്തെ ഇതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ പറയുന്ന ഒരു സാധനങ്ങളും അല്ല, അവർ ആ ഒരു ആഡിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യങ്ങളും അല്ല അവിടെ നടക്കുന്നത്. ഇപ്പോൾ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹെൽനോസ് പാട്ട് പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. അത് എന്നോട് മമ്മി ഇന്നലെ വൈകിട്ട് പറഞ്ഞു. അവിടെ ജോലിക്ക് എടുക്കുന്ന പെൺപിള്ളേർ ഇത്ര ഏജിനുള്ളിൽ പാടുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേരും ഒരു 25, 26, 27 വയസ്സിനകത്ത് നിൽക്കുന്ന പെൺപിള്ളേരെ അവർ എടുക്കാറുള്ളൂ. അത് കല്യാണം കഴിക്കാത്തവരാണ് മെയിൻലി അവർ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുള്ളവരെ മാത്രമേ അവരെടുക്കാറുള്ളൂ. അതുപോലെ ഈ ജാതിയുടെ കേസുകളൊക്കെ ഹെൽനോസ് പാട്ട് പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്. പക്ഷേ ഈ കാണാൻ കൊള്ളാവുന്നതിൻ്റെ കേസ് പറഞ്ഞപ്പം അത് മമ്മിയും പറഞ്ഞു അവിടെ കാണാൻ കൊള്ളാവുന്നവരെ മാത്രമേ എടുക്കത്തുള്ളൂ, അല്ലാണ്ട് വലിയ എന്ന് വെച്ചാൽ ഈ വലിയ ഭംഗിയില്ലാത്ത കുട്ടികളുണ്ടല്ലോ അവരെ ഒന്നും അവരങ്ങനെ എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അവിടെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണോ വേറെ വല്ല ബിസിനസ്സിനാണോ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ജോലി പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്, അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണ് അതവർ ഇത്രയും ഇതായിട്ട് ചെയ്യുന്നു എന്നവർ അവരുടെ വീഡിയോസിൽ ഘോര പ്രസംഗിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മറ്റേ പിള്ളേർക്ക് കാണാൻ ഭംഗി കുറഞ്ഞവർക്ക് എന്താ ജോലി ചെയ്യേണ്ടത്? അല്ല, അത് അവരങ്ങനെ പറയുന്നുണ്ട് എന്തുകൊണ്ട്? പിന്നെ അതുപോലെ തന്നെ ഇവർ ഫുഡ് ആൻഡ് അക്കോമഡേഷനും എല്ലാം കഴിഞ്ഞിട്ടാണ് കുട്ടികൾക്ക് 24,000, 22,000, 25,000 അതുപോലെ തന്നെ 40,000 ഒക്കെ കൊടുക്കുന്നു എന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ അവർ അതിൻ്റെ അതിൽ ഫുഡിൻ്റെ പൈസ എടുക്കുന്നുണ്ട്, ഗ്യാസിൻ്റെ പൈസ, അവിടെ പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അവർ ഫണ്ട് കട്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ 22,000 കൊടുക്കുന്നത്? ഇതെല്ലാം കട്ട് ചെയ്തിട്ട് വരുമ്പോൾ തന്നെ 10, 16 രൂപ, 17 രൂപ കഷ്ടിയല്ലേ കാണത്തുള്ളൂ. എന്താണ് അവർ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ അന്നേരം ഇത് എൻ്റെ അനീത്തിയുടെ ഈ ഒരു ഇഷ്യൂ വന്നപ്പം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ഫേസ്ബുക്കിൽ കയറിയപ്പോഴാണ് ഞാൻ റീല് കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഇവർക്കൊന്ന് മെസ്സേജ് അയക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് പറയുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. ഒലിവിയ ഡിസൈൻസ് എന്നാണ് അവരുടെ പേജ്. അവർക്ക് ഞാൻ എടുത്തതിൻ്റെ സ്ക്രീൻഷോട്ടാണിത്. ഇതിൻ്റെ അകത്തിൽ ഞാൻ അവർക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ചേച്ചി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ജോലിക്ക് ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നത് ഒക്കെ നല്ലതാണ്. ആ പറയുന്നതിൽ കുറച്ചെങ്കിലും സത്യസന്ധത പുലർത്തണം. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് ഇറങ്ങി ജോലിക്ക് വരുന്ന കുറേ കുട്ടികളുണ്ട്, അത് ഓർക്കണം എന്ന് ഞാൻ പറഞ്ഞ് മെസ്സേജ് അയച്ചു. മെസ്സേജ് അയച്ചിരിക്കുന്ന ടൈം ഞാൻ പറയാം, 11:24 PM എന്ന് വെച്ചാൽ രാത്രിയിലാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. കണ്ട സ്പോട്ടിൽ തന്നെ ഞാൻ മെസ്സേജ് അയക്കുന്നത്. എനിക്ക് സ്പോട്ടിൽ തന്നെ റിപ്ലൈ വന്നു, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് അവരെനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ സ്റ്റാഫുകളുടെ നമ്പറാണ് അവിടെ പബ്ലിക്കായി കൊടുക്കുന്നത്, അവർക്ക് ഇവിടെ എന്താണ് പ്രോബ്ലം, നിങ്ങളൊക്കെ എന്ത് മെസ്സേജാണ് ഈ അയക്കുന്നത്, 30,000 രൂപ സാലറി, ഇത്രയും ഫ്രീഡം, ഇതുപോലെ സ്വന്തം വീട്ടിൽ എൻജോയ് ചെയ്ത് കേരളത്തിൽ ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഇത് വലിയ കഷ്ടമാണല്ലോ. എൻ്റെ സ്റ്റാഫുകൾ ഹാപ്പിയാണ്, മൈൻഡ് യുവർ വേർഡ്സ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിന് കുറേ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് സീൻ ചെയ്തിട്ടില്ല. ഈ മെസ്സേജ് മാത്രം അവർ കൃത്യമായിട്ട് സീൻ ചെയ്ത് സ്പോട്ടിൽ തന്നെ എനിക്ക് സെക്കൻഡ്സിൻ്റെ ഗ്യാപ്പിൽ തന്നെ എനിക്ക് റിപ്ലൈ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു റെസ്പെക്റ്റ് തന്നിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ റെസ്പെക്റ്റ് തന്നെ തിരിച്ചും തരണം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊന്നുമല്ല ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്, ഞാൻ എൻ്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നാണ് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചേക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ ഇതൊരു വീഡിയോ എടുത്തിടായിരുന്നു. കാരണം എനിക്ക് ഫേസ്ബുക്കിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ആണ്, ഫേസ്ബുക്കിൽ അത്യാവശ്യം റീച്ച് ആവുമെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും അവർ മെസ്സേജ് സീൻ ചെയ്തിട്ടില്ല. എന്നെ ഇൻസ്റ്റാഗ്രാമിലും ബ്ലോക്ക് ചെയ്തു, ഫേസ്ബുക്കിലും ബ്ലോക്ക് ചെയ്തു. അപ്പം ആ ഒരു സാധനം വെച്ചാൽ എനിക്ക് മനസ്സിലാവാത്തതെന്ന് വെച്ചാൽ ഇപ്പോഴും പെൺകുട്ടികൾ ചെന്ന് എല്ലാ ശനിയാഴ്ചയും അവിടെ ഇൻ്റർവ്യൂസ് നടക്കുന്നത്. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും പെൺകുട്ടികൾ ചെന്ന് വീണ്ടും പെടുവാണ്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസമോ 10 ദിവസം കൊണ്ട് അവരുടെ ട്രെയിനിങ് പീരീഡാണ്. എല്ലാ ശനിയാഴ്ചയും ഇൻ്റർവ്യൂസ് നടക്കുന്നുണ്ട്. ഈ 10 ദിവസം ട്രെയിനിങ് പീരീഡിൽ പിള്ളേർ വരുന്നു, പിള്ളേർക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാകുന്നു, പിള്ളേർ പോകുന്നു, അടുത്ത ശനിയാഴ്ച വീണ്ടും പിള്ളേരെ എടുക്കുന്നു. ഇത് തന്നെ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഇത്രയുമൊക്കെ ആയിട്ട് എന്താ പറയുക, നമ്മൾ ഈ മൂൺ ഗോഡസിൻ്റെ ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ പേര് മൂൺ ഗോഡസ് ഉടായ്പാണ്, തട്ടിപ്പാണ്, മറ്റേന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആയതുപോലെ തന്നെ ഇവരുടെ കമൻറ്റ് ബോക്സും ഓഫാണ്. അപ്പം തന്നെ കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാം ഉടായ്പാണെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് പിള്ളേർക്ക് ഇത്ര ഏജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത്ര ഏജ് ഉണ്ടാകാവൂ, അല്ലെങ്കിൽ കാണാൻ ഭംഗി വേണം, അവർ കച്ചവടമാണോ ചെയ്യുന്നത്, അവിടെ മറ്റേ ബിസിനസ്സാണോ ചെയ്യുന്നത്, വേറെ എന്തെങ്കിലും പരിപാടിയാണോ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന്. ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ റിയാക്ട് ചെയ്യേണ്ട എന്ന് പറഞ്ഞൊരു വിട്ട കേസാണ്. പക്ഷേ ഇതിപ്പം ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അന്ന് ഞാൻ എൻ്റെ അനിയത്തിയുടെ കേസിനെ പ്രേമിച്ച് എൻ്റെ അനിയത്തി ഇല്ലേ, ആ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് വിട്ടു. എന്തിനാണ് നമ്മൾ അവരൊരു സ്ഥാപനം ഒരു സ്ത്രീ സ്ഥാപനം നടത്തിക്കൊണ്ട് വരുന്നില്ല, അവരുടെ കഷ്ടപ്പാടില്ല എന്നൊക്കെ വിചാരിച്ച് വിട്ടു. പക്ഷേ ഈ കൺമണി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ ഈ റീല് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാവുന്നത്, ഇത് ഒരു പെൺകുട്ടിക്കല്ല, എന്തോരം പെൺകുട്ടികൾക്കാണ് ഇത് മോശം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ ഹസ്ബൻഡ് വിളിച്ച് ത്രട്ടൻ ചെയ്യുന്നതും,
അവിടെ അവർക്കെതിരെ എന്തെങ്കിലും സംസാരിക്കോ പോലീസ് കേസോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വിളിച്ച് ത്രട്ടൺ ചെയ്യുക. അതുപോലെ തന്നെ അടൂർ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന എല്ലാം അവരുടെ ആരുണ്ടാക്കിയാണെന്നോ അതൊക്കെ ഹെല്ലോ സ്പട്ടയുടെ വീഡിയോക്കകത്താണ് പറയുന്നത് കേട്ടോ. എനിക്കതറിയാം, പേഴ്സണലി എനിക്കറിയില്ല. അടൂർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ആരെ കംപ്ലയിൻറ്റ് കൊടുത്താലും അത് അവരെ ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു സ്ഥാപനം നടത്താൻ അതിനൊരു മാന്യതയുണ്ട്. പക്ഷേ ഇത് അതിൻ്റെ പുറകിൽ പെൺകുട്ടികളെ ഇങ്ങനെ ആക്കുക അല്ലെങ്കിൽ അതൊന്നും ഒരു ശരിയായൊരു ഇതല്ല. പിന്നെയും പെൺകുട്ടികൾ പിന്നെയും ജോലിക്ക് അവിടെ ചെല്ലുകയാണ്. അങ്ങനെ ഇനിയും പെൺകുട്ടികളെ ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് തന്നെ. കാരണം എനിക്ക് പേഴ്സണലി എൻ്റെ അനിയത്തിയുടെ കേസായതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം എനിക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ശരി ഓക്കെ ഇനിയെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്തിടും. ഞാൻ പറയില്ലേ, ഞാൻ ഈ വീഡിയോയ്ക്ക് അവർക്ക് ഞാൻ കമൻറ്റ് ഇടുന്നത് ഓഗസ്റ്റ് 10, 11, 24 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് കഴിഞ്ഞ് ഇപ്പം അടുത്ത ഓഗസ്റ്റ് ആവാനായി. ഇത്രയും ഒരു 1 ഇയർ അടുപ്പിച്ചായി ഞാനിത് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആ അടൂർ പോകുമ്പോൾ റൂട്ടൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മളിത് ആലോചിക്കുന്നതല്ലാണ്ട് നമ്മൾ ആ ഒരു സാധനം ചെയ്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് റീസൺലിയാണ് ഞാൻ ആ പെൺകുട്ടിയുടെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് എന്തിനാണ് നമ്മളായിട്ട് നമുക്കുണ്ടായ ഒരു അനുഭവം നമ്മൾ പറയുമ്പോൾ അത് 10 പേരുടെ അടുക്ക ചെല്ലുവാണെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മളങ്ങനെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ നമുക്ക് അവർ ജോലിയുടെ ആ ഒരു സാധനം പറഞ്ഞ് ഉടായ്പാണ് എന്നൊരു സാധനം ഉണ്ടാക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിങ്ങളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പം അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാക്സിമം നോക്കുക. കാരണം ഇങ്ങനെ കണ്ടീഷൻസ് വെച്ചിട്ട് നമ്മളെ ഹെറാസ് ചെയ്യുക അല്ലെങ്കിൽ ത്രട്ടൺ ചെയ്യുക അതൊന്നും ഒരു കാര്യമല്ല. അതൊന്നെങ്കിൽ കേസായിട്ട് നിങ്ങൾ പോവുക, ഇല്ലെങ്കിൽ നിങ്ങളത് സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ സംസാരിക്കുക. അല്ലാണ്ട് അവിടെ നമ്മളത് മിണ്ടാണ്ടിരിക്കുമ്പോഴാണ് അവരൊക്കെ അത് പിന്നെയും ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് മാക്സിമം എന്താ പറയുക, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാതിരിക്കുക. ഇത് ഞാൻ പറയട്ടെ, എൻ്റെ ഒരു റിക്വസ്റ്റായിട്ട് ഞാൻ പറയുവാണ്. കാരണം പെൺകുട്ടികളെന്ന് പറയാൻ ചെറിയ പെൺകുട്ടികളാണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവർക്കെന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരാകുമ്പോൾ അവർക്ക് അത്രയും ഇത് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ മുതലെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ശമ്പളം കൊടുക്കേണ്ട 10 ദിവസത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ 10 ദിവസം അവരെ കൊണ്ട് പണി ഉപയോഗിക്കുന്നു. പിന്നെ പിള്ളേർ ഇഷ്ടമില്ലാതെ പിള്ളേർ ഇറങ്ങിപ്പോകുന്നു. പിന്നെയും അടുത്ത പിള്ളേർ വരുവാണ്. ഇതെന്നെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനെതിരെ സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. മാക്സിമം എന്താ പറയുക, അവിടോട്ട് ഇനി പിള്ളേർ ജോലിക്ക് പോവാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഭയങ്കര ഉടായ്പായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇത്രയും ഉടായ്പത്തരം വെച്ച് പുലർത്തുന്ന ഒരു സ്ഥാപനം ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു പരിസരത്തോ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. ഇത്രയും എനിക്ക് പറയാനുള്ളൂ.